പൂക്കളെ ഇഷ്ടപ്പെടുന്ന, ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസിമെട്രിക്കൽ ആയിട്ടുള്ള ബാലൻസ് അഥവാ ഇൻഫോർമൽ ബാലൻസ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ബാലൻസിങ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച്മെന്റ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ സിമെട്രിക്കൽ പറഞ്ഞു, വളരെ ഈസിയാണ്, ആർക്കും അത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതില് നമുക്ക് ബോത്ത് സൈഡ്സ് ഡിഫറൻറ്റ് ബട്ട് ഈക്വൽ വിഷ്വൽ ബാലൻസ്, രണ്ട് ഭാഗങ്ങളിലും കൃത്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള വിഷ്വൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ മോർ ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക്, ഇത് എന്താണ്, ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ ആവശ്യമുള്ളതും ആർട്ടിസ്റ്റിക് ആയിട്ട് നമുക്ക് പല ഏരിയയിൽ പല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ബാലൻസിങ് ആണ്. ഇതാണ് നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഇതിനാണ് മോഡേൺ ഫ്ലവർ അറേഞ്ച്മെന്റ്, മോഡേൺ ഫ്ലവർ ഡിസൈൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു അസിമെട്രിക്കൽ സ്റ്റൈലിനാണ്. ഇത് ചെയ്തെടുക്കാൻ നേരത്തെ നമ്മൾ സിമെട്രിക്കൽ പറഞ്ഞു, അത് ആർക്കും യഥേഷ്ടം ചെറിയൊരു പരിശീലനത്തിലൂടെ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്കൊരു ഇമാജിനേഷനും അതേപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി സ്കില്ലും ആവശ്യമാണ്. പക്ഷേ ഇത് നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. ഇതിനോട് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഇത് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ഇത് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്കൊരു ആർട്ടിസ്റ്റിക് സ്കില്ല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പഠനം മുന്നോട്ട് പോകാം. സോ നിങ്ങൾ ഇത് പഠിക്കാനും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇത് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ ഒരു അവസരങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. സോ മറ്റൊരു വിഷയം വീണ്ടും കാണാം. ഇസ്മൈൽ TV.